ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർഷിക മേഖല വ്യാവസായിക മേഖലയ്ക്കെതിരെ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ചെയ്തത്. രണ്ടാമത്തെ തർക്ക വിഷയമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്കെതിരെ എന്നുള്ളതാണ് ടോപ്പിക്. അപ്പോൾ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖല. ഈ സ്വകാര്യ മേഖലയും പൊതുമേഖലയും എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ പറയണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ലോകത്തിൽ രണ്ട് വികസന മാതൃകകൾ ആയിരുന്നു ഉണ്ടായത്. നോക്കിയോളൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്തിലെ രണ്ട് വികസന മാതൃകകൾ ഉണ്ട്. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റ് മോഡലും അല്ലെങ്കിൽ മുതലാളിത്ത മാതൃകയും, രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് മോഡൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മാതൃകയും ആയി. അപ്പൊ നോക്കിയോളെ, രണ്ട് വികസന മാതൃകകൾ, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡല് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് മോഡൽ. ഓക്കെ, ഇനി ഇതിനകത്ത് ക്യാപിറ്റലിസ്റ്റ് മോഡൽ നോക്കിക്കോളൂ. പ്രൈവറ്റ് സെക്ടറിന് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ അല്ലെങ്കിൽ ഊന്നൽ നൽകിയ വികസന മാതൃകയായിരുന്നു ഏത്? ക്യാപിറ്റലിസ്റ്റ് മോഡൽ. ഓർത്തിരിക്കേണ്ടത്, മുതലാളിത്ത മാതൃക ഏത് മേഖലയ്ക്ക് പ്രാധാന്യം നൽകി? സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി. രണ്ടാമത്തെ വികസന മാതൃക സോഷ്യലിസ്റ്റ് മാതൃകയാണ്. സോഷ്യലിസ്റ്റ് മാതൃക പബ്ലിക് സെക്ടറിന് അല്ലെങ്കിൽ ഏത് മേഖലയ്ക്കാണ്? പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന വികസന മാതൃകയായിരുന്നു ഏത്? സോഷ്യലിസ്റ്റ് മാതൃക. ഇങ്ങനെ രണ്ട് വികസന മാതൃകകളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇന്ത്യക്ക് മുന്നിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്തില് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യ നോക്കിയുള്ള സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ക്യാപിറ്റലിസ്റ്റ് മോഡലും സ്വീകരിച്ചില്ല, സോഷ്യലിസ്റ്റ് മോഡലും സ്വീകരിച്ചില്ല. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നതിന് പകരം ഇന്ത്യ ഒരു പുതിയ മോഡലിന് രൂപം നൽകി. ആ മോഡൽ ഏത് പേരിൽ അറിയപ്പെട്ടു? മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ ഒരു പുതിയ രീതിക്കാണ് ആര് രൂപം നൽകിയത്? ഇന്ത്യ രൂപം നൽകിയത്. അപ്പൊ നോക്കിക്കോളാ, ക്യാപിറ്റലിസം സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി, സോഷ്യലിസം പൊതുമേഖലയ്ക്ക് ഊന്നൽ നൽകി. അതേസമയം ഇന്ത്യ ഇത് രണ്ടും സ്വീകരിക്കുന്നതിന് പകരം ഇതിന്റെ രണ്ടിന്റെയും നല്ല ഘടകങ്ങൾ എടുത്ത് ഒരു മിക്സഡ് ഇക്കോണമിക്ക് അല്ലെങ്കിൽ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകി. ഇനി നോക്കിക്കോളാം, മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഏത് രണ്ട് സാധനം ഉണ്ടാവും? പ്രൈവറ്റ് സെക്ടറിനും പ്രാധാന്യം നൽകുന്നുണ്ട്, അതേസമയം പബ്ലിക് സെക്ടറിനും ഊന്നൽ നൽകുന്നു. അതായത് ഒരു മിക്സഡ് ഇക്കോണമിയിൽ സ്വകാര്യ മേഖലയെയും നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഏതിനെയും കാണാൻ പറ്റും? പൊതുമേഖലയെയും കാണാൻ പറ്റും. അപ്പൊ ഇതിന് രണ്ടിനെയും ഉൾക്കൊള്ളുന്ന ഒരു മിക്സഡ് ഇക്കോണമിക്കാണ് ഇന്ത്യ രൂപം നൽകി. അതിനകത്ത് നോക്കിക്കോളാ, ഒന്ന് രണ്ട് കാര്യം. അഗ്രികൾച്ചർ, then trade and industry. ഈ മൂന്ന് മേഖലയിലെ ഭൂരിഭാഗവും മജോറിറ്റി പോർഷനും ആർക്ക് വിട്ടുകൊടുത്തു? പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തു. അതായത് നോക്കിയിട്ടുള്ള കൃഷി, വ്യാപാരം, വ്യവസായം എന്നിവയുടെ ഭൂരിഭാഗവും ആർക്ക് വിട്ടുകൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ ആരും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എവിടെ? ഇന്ത്യയിലെ മിക്സഡ് ഇക്കോണമിക്ക് കീഴിൽ. ഓക്കെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്തിൽ രണ്ട് വികസന മാതൃകകൾ ഉണ്ടായിരുന്നു. ഒന്ന് മുതലാളിത്ത മാതൃക, ഏതൊക്കെ ഊന്നൽ നൽകി? പ്രൈവറ്റ് സെക്ടറിന് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് മാതൃക, ഏത് മേഖലയ്ക്ക് ഊന്നൽ നൽകി? പബ്ലിക് സെക്ടറിന് ഊന്നൽ നൽകി. ഇതിനെ രണ്ടിനെയും സ്വീകരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കുന്നതിന് പകരം ഈ രണ്ട് മാതൃകകളുടെയും മികച്ച ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ആര് രൂപം നൽകി? ഇന്ത്യ രൂപം നൽകി. അതിന്റെ അകത്ത് സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്കും എവിടെ പ്രാധാന്യം നൽകി? ഇന്ത്യയിൽ. അതിനകത്ത് നോക്കിക്കൊള്ള, കൃഷി, വ്യാപാരം,
വ്യവസായം തുടങ്ങിയവയിലെ പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗവും ആർക്ക് വിട്ടുകൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അതേസമയം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആര് ഒരുക്കി കൊടുക്കുകയും ചെയ്തു? രാഷ്ട്രം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ ഒരു പ്രത്യേക രീതിയായിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയുടെ ഈ രീതി വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇന്ത്യയുടെ മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണം. അതിന്റെ വിമർശനം എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിനകത്ത് ഒന്ന് ഏതാണ്? സ്വകാര്യ മേഖലയെ അനുകൂലിക്കുന്നവർ ഉയർത്തിയ വിമർശനങ്ങൾ. രണ്ടാമത്തത് ഏതായിരിക്കും? പൊതുമേഖലയെ അനുകൂലിക്കുന്നവർ ഉയർത്തിയ വിമർശനം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് വിമർശനങ്ങളെ എന്ത് ചെയ്യാം? ഭാഗിക്കാം. അതിനകത്ത് നോക്കിയുള്ള പ്രൈവറ്റ് സെക്ടറിനെ അനുകൂലിക്കുന്നവർ ഉയർത്തിയ വിമർശനങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതായത് മിക്സഡ് ഇക്കോണമിയില് സ്വകാര്യ മേഖലയെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകൾ ഇന്ത്യയുടെ വികസന തന്ത്രത്തിന് എതിരായി ചില വിമർശനങ്ങൾ ഉയർത്തി. അത് ഏതെല്ലാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തത് നോക്കിക്കുക, പ്രൈവറ്റ് സെക്ടറിനെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയെ ആര് തഴഞ്ഞു? ആസൂത്രകർ തഴഞ്ഞു എന്നുള്ള ഒരു വിമർശനമാണ് ആര് ഉയർത്തുന്നത്? ഇവര് ആദ്യം ഉയർത്തുന്നത്. അതായത് ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമാണ്. സ്വകാര്യ മേഖലയ്ക്ക് വളരാനുള്ള സ്പേസ്, സ്ഥലമോ അതുപോലെ തന്നെ ആവശ്യമായ ബൂസ്റ്റ് ഓർ എൻകറേജ്മെന്റ് ആര് നൽകിയില്ല? ആസൂത്രകർ നൽകിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ വിമർശനം എന്താണ്? സ്വകാര്യ മേഖലയെ ആര് മാറ്റി നിർത്തി അല്ലെങ്കിൽ തഴഞ്ഞു? ആസൂത്രകർ തഴഞ്ഞു. അതായത് സ്വകാര്യ മേഖലയ്ക്ക് വികസിക്കുന്നതിന് ആവശ്യമായ സ്പേസ് ആര് അനുവദിച്ചില്ല? ആസൂത്രകർ അനുവദിച്ചില്ല. രണ്ടാമത്തെ എന്താണ്? അവരുടെ വികസന സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഏതാണ്? പ്രോത്സാഹനം ആര് നൽകിയില്ല? ആസൂത്രകർ നൽകിയില്ല. ഇതാണ് ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ വിമർശനം നോക്കിക്കുക. രണ്ടാമത്തത് സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ, രാഷ്ട്രത്തിന്റെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെയും അല്ലെങ്കിൽ പൊതുമേഖലയിലെയും അനാവശ്യമായ ഇടപെടൽ ഏതിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു? സ്വകാര്യ മേഖലയുടെ വളർച്ചയെ മുരടിപ്പിച്ചു. അതായിരുന്നു രണ്ടാമത്തെ പ്രധാന എന്തെന്ന് പറയുന്നത്? വിമർശനം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഏതായിരുന്നു? സ്വകാര്യ മേഖലയ്ക്ക് വളരാൻ ആവശ്യമായ സ്പേസ്, സ്ഥലം, അതുപോലെ തന്നെ എൻകറേജ്മെന്റും നൽകിയില്ല. രണ്ടാമത്തെ എന്താണ്? അനാവശ്യമായി ആര് ഇടപെട്ടു? സ്റ്റേറ്റും പബ്ലിക് സെക്ടറും ഇടപെട്ടു. ഇത് ഏതിന്റെ മുരടിപ്പിന് കാരണമായി? സ്വകാര്യ മേഖലയുടെ മുരടിപ്പിന് കാരണമായി. നോക്കിയുള്ള സ്റ്റേറ്റിന്റെയും പബ്ലിക് സെക്ടറിന്റെയും ഇടപെടൽ എന്ന് പറയുമ്പോൾ ലൈസൻസ്, അതുപോലെ തന്നെ പെർമിറ്റ് സമ്പ്രദായം. അതായത് ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ചില ലൈസൻസ് എടുക്കണം, പെർമിറ്റുകൾ എടുക്കണം, നികുതി സമ്പ്രദായം ഒക്കെ എന്താണ്? സ്റ്റേറ്റിന്റെയും പബ്ലിക് സെക്ടറിന്റെയും ഇടപെടലാണ്. ഇത് അതിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു. പ്രൈവറ്റ് സെക്ടറിന്റെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ വളർച്ചയെ എന്തു ചെയ്തു? മുരടിപ്പിച്ചു. മൂന്നാമത്തത് ഇമ്പോർട്ട്. ഇന്ത്യ എന്ത് ചെയ്തിരുന്നു? ഇമ്പോർട്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇറക്കുമതിയുടെ മുകളിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിൽ ആര് നിയന്ത്രണം ഏർപ്പെടുത്തി? ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്തൊക്കെയായിരിക്കും നിയന്ത്രണം എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. ഉയർന്ന നികുതി. ദെൻ രണ്ടാമത്തെ എന്തായിരിക്കും? ലൈസൻസ്, പെർമിറ്റ്, ഇതുപോലെയുള്ള എക്സ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ. ഇത്തരം നിയന്ത്രണങ്ങൾ ആര് ഏതിന്റെ മുകളിൽ ഏർപ്പെടുത്തി? ഇന്ത്യ ഇമ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഇറക്കുമതിയുടെ മുകളിൽ ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് നോക്കിക്കൂടാ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ഇറക്കുമതിയുടെ മുകളിൽ ശക്തമായ നിയന്ത്രണം ആര് ഏർപ്പെടുത്തിയിരുന്നു? ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. ഇത് എന്ത് പ്രശ്നം ഉണ്ടാക്കി?
ഈ നിയന്ത്രണം വന്നതുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ആര് തയ്യാറായില്ല? ഇന്ത്യയിലെ ഉത്പാദകർ തയ്യാറായില്ല. എന്താണ് രണ്ടാമത്തെ നോക്കിയുള്ള അതിന്റെ പ്രൈസ് കുറയ്ക്കുന്നത്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇമ്പോർട്ടിന്റെ മുകളില് നിയന്ത്രണം, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ഇറക്കുമതിയുടെ മുകളിൽ നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഉൽപാദകർ അവരുടെ ഉൽപാദനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനോ പൈസ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വില കുറയ്ക്കുന്നതിനോ തയ്യാറായില്ല. കാരണം എന്താണ്? അവർക്ക് എന്തില്ല? കോമ്പറ്റീഷൻ ഇല്ല അല്ലെങ്കിൽ മത്സരമില്ല. അതേസമയം ഈ നിയന്ത്രണം എന്നെ എന്താണ്? വിദേശത്ത് നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ കിട്ടും. അപ്പൊ ഇവരോട് മുട്ടി നിൽക്കണം, എന്ത് ചെയ്തേ മതിയാവും? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൈസ് കുറയ്ക്കണം. ഇല്ലെങ്കിൽ ആര് വാങ്ങൂല? ജനങ്ങൾ വാങ്ങൂല. ഇല്ലെങ്കിൽ ജനങ്ങൾ ആരുടേത് വാങ്ങും? വിദേശ വസ്തുക്കൾ വാങ്ങും. അപ്പൊ സ്വാഭാവികമായി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഏതാണ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്യും. ഈ ഇമ്പോർട്ടിന്റെ മുകളിലുള്ള നിയന്ത്രണം ആര് ചൂഷണം ചെയ്തു? ഇന്ത്യയിലെ ഉത്പാദകർ ചൂഷണം ചെയ്തു. അവര് ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്തത്? ഉൽപ്പാദിപ്പിച്ചത്. അതും ഉയർന്ന വില ആര് നൽകേണ്ടി വന്നു? കൺസ്യൂമേഴ്സ് നൽകേണ്ടി വന്നു. ഇതായിരുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിമർശനം. ദെൻ നാലാമത്തതും ഏറ്റവും അവസാനത്തതുമായ സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെയും അനാവശ്യമായ നിയന്ത്രണം, കറപ്ഷൻ, അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയ്ക്കും കാരണമായി. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഏത് കാരണമായി? ഈ പറയുന്ന രാഷ്ട്രത്തിന്റെയും അതുപോലെ തന്നെ സ്വകാര്യ പൊതുമേഖലയുടെയും ഇടപെടൽ കാരണമായി. അപ്പൊ നോക്കിയുള്ള സ്വകാര്യ മേഖലയെ അനുകൂലിക്കുന്നവര് ഉയർത്തിക്കൊണ്ടുവന്ന 4 വിമർശനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 4 വിമർശനങ്ങൾ? ഒന്നാമത്തത്, ആസൂത്രകർ സ്വകാര്യ മേഖലയ്ക്ക് വളരുന്നതിനാവശ്യമായ സ്പേസോ അതുപോലെ തന്നെ എൻകറേജ്മെന്റോ. നോക്കിയുള്ള നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പ്രൈവറ്റ് സെക്ടറിന്റെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സ്പേസോ എൻകറേജ്മെന്റോ ആര് നൽകിയില്ല? നമ്മളുടെ ആസൂത്രകർ നൽകിയില്ല. രണ്ടാമത്തെ നോക്കിക്കുക, രാഷ്ട്രത്തിന്റെയും പൊതുമേഖലയുടെയും അനാവശ്യമായ ഇടപെടൽ ഏതിന്റെ മുരടിപ്പിന് കാരണമായി? പ്രൈവറ്റ് സെക്ടറിന്റെ മുരടിപ്പിന് കാരണമായി. മൂന്നാമത്തത്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇറക്കുമതിയുടെ മുകളിലുള്ള നിയന്ത്രണം ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഏതിനും അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ വില കുറയ്ക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് ആരെ തടഞ്ഞു? സ്വകാര്യ ഉൽപാദകരെ തടഞ്ഞു. ഏറ്റവും അവസാനത്തെ നാലാമത്തെ നോക്കിക്കുക, രാഷ്ട്രത്തിന്റെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെയും ഇടപെടൽ ഏതിന് കാരണമായി? കറപ്ഷൻ, അതുപോലെ തന്നെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണമായി. ഈ 4 വിമർശനങ്ങളാണ് ഇവര് ഉയർത്തിയത്. ഓക്കെ, അടുത്ത ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി പൊതുമേഖലയെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിനെ അനുകൂലിക്കുന്നവർ ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കുക. ഇവരും ചില വിമർശനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വരും. ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രം നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രം ശരിയായ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ളതായിരുന്നു ആരുടെ പ്രധാനപ്പെട്ട വിമർശനം? പൊതുമേഖലയെ അനുകൂലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിമർശനം. ഓക്കെ, രണ്ടാമത്തത് നോക്കിക്കുക, പ്രൈവറ്റ് സെക്ടർ, അതായത് സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാത്ത മേഖലകളിലാണ് ആര് ശ്രദ്ധ ചെലുത്തിയത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം
ശ്രദ്ധ ചെലുത്തിയത്. അതായിരുന്നു ഇവരുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതായത് സ്വകാര്യ മേഖല വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച മേഖലയിൽ ആര് നിക്ഷേപം നടത്തി? രാഷ്ട്രം നിക്ഷേപം നടത്തി, അല്ലെങ്കിൽ രാഷ്ട്രം ശ്രദ്ധിച്ചു. ഉദാഹരണം നോക്കിയുള്ള ഹെൽത്ത്. എന്താ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയിൽ ആദ്യകാലത്ത് ആർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്വകാര്യ മേഖലയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആര് മൂലധന നിക്ഷേപം നടത്തി? ആരോഗ്യ മേഖലയിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം മൂലധന നിക്ഷേപം നടത്തി. ദെൻ നോക്കിക്കൊള്ള പബ്ലിക് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിലോ ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ മേഖലയിൽ ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാത്ത ഇടങ്ങളിലാണ് ആര് ഇടപെടൽ നടത്തിയത്? സ്റ്റേറ്റ് ഇടപെടൽ നടത്തിയത്. അതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയോളാ, ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട് തന്നെ, അതായത് സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ സ്റ്റേറ്റ് ഇടപെട്ടത് കൊണ്ട് തന്നെ പ്രോഫിറ്റ്, ഇത് ആർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ? സ്വകാര്യ മേഖലയ്ക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനുള്ള ഇടം ആര് ഒരുക്കി കൊടുത്തു? രാഷ്ട്രം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രധാന വിമർശനം എന്ന് പറയുന്നത്. നോക്കിയുള്ള പൊതുമേഖലയെ അനുകൂലിക്കുന്ന ആളുകൾ 3 പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നാമത്തെ വിമർശനം ഏതാണ്? രാഷ്ട്രം ശരിയായ രീതിയിൽ എന്ത് ചെയ്തില്ല? ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. രണ്ടാമത്തെ നോക്കിയുള്ള രാഷ്ട്രം എവിടെയാണ് ഇടപെട്ടത്? സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാത്ത ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് ആര് ഇടപെട്ടത്? രാഷ്ട്രം ഇടപെട്ടത്. ഇത്തരം സമീപനം ആർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ആര് ഒരുക്കി കൊടുത്തു? രാഷ്ട്രം ഒരുക്കി കൊടുത്തു. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ്. താങ്ക് യു.